ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കോവക്കയും ഉണക്കച്ചെമ്മീനും കൊണ്ട് ഒരു അടിപൊളി വിഭവമായിട്ടാണ് ഞാൻ വന്നത്. ആദ്യം തന്നെ ഉണക്കച്ചെമ്മീൻ തലയും വാലും കളഞ്ഞ് നല്ലതുപോലെ കഴുകിയതിന് ശേഷം പാനിലിട്ട് എണ്ണയില്ലാതെ ഒന്ന് വറുത്തെടുക്കണം. ഇങ്ങനെ വറുത്തെടുത്ത ഉണക്കച്ചെമ്മീൻ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് പകുതി ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് ഇവ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയിലോട്ടിട്ട് കൊടുക്കുക. ശേഷം മിക്സിയുടെ ജാറിലോട്ട് 1 സ്പൂൺ മല്ലിപ്പൊടി, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ മുളക് പൊടി, കൂടാതെ ചെറിയ ഉള്ളി 5 എണ്ണം, കറിവേപ്പിലയും കുറച്ച് തേങ്ങ ചിരവിയതും ഇട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് ഒതുക്കിയെടുക്കണം. ചെറുതായി ഒന്ന് ഒതുക്കിയതിന് ശേഷം കോവക്കയുടെ കൂടെ ഇട്ട് കൊടുക്കുക. ശേഷം ഇവയെല്ലാം കൂടെ ഒരു ചീനച്ചട്ടിയിലിട്ട് ചെറുതായി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. വേവിക്കുമ്പോൾ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കോവയ്ക്ക നല്ലതുപോലെ വാടിക്കിട്ടേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടു തന്നെ വെള്ളം കുറവാണെങ്കിൽ ഇടയ്ക്കിടെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അങ്ങനെ നന്നായി വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നല്ല പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് കോവക്കയും ഉണക്കച്ചെമ്മീനും കൊണ്ട് ഒരു അടിപൊളി വിഭവം തയ്യാറാക്കിയെടുക്കാം.